ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സെക്ഷൻ 3 1ഉം 2ഉം 3ഉം ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവർ കാണണം. നെക്സ്റ്റ് 4th ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ 4th ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഫിൽ ഇൻ ദ പ്ലാൻസ് ബൈ യൂസിങ് ദ കറക്റ്റ് ആൻസർ എന്നാണ്. അപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഏതാണ് കറക്റ്റായിട്ട് ഉത്തരം പറയണം. വളരെ സിമ്പിളാണ്. പഠിച്ച ഏതൊരാൾക്കും സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പീരിയോഡിക്കലി ഇറപ്റ്റഡ് ഹോട്ട് സ്പ്രിങ്ങിനെ എന്താണ് പറയുന്നത്? അതിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ആംഗിൾ ഓഫ് റിപ്പോസ് ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഐസ് ഏജ് ഉണ്ട്, ആൽഫ്രഡ് വെഗ്നർ ഉണ്ട്. ഏതാണ്? ഗ്ലേഷ്യേഴ്സ് ആണ് അല്ലേ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ വിച്ച് മെറ്റീരിയൽ ക്യാൻ റെസ്റ്റ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ സ്ലോപ്പ്. അവിടെ തന്നെയുണ്ട് ഒരു ആംഗിൾ എന്നുള്ളൊരു ഹിൻ്റ് അവിടെയുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിപ്പോസ് ആണ് അതിൻ്റെ ആൻസർ. ദ പ്രൊപ്പോസർ ഓഫ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. ഇവിടെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. കാരണം ഇവിടെ ഒരു പേരെന്ന് പറയുന്നത് ആകെയുള്ളത് ആരാ? ആൽഫ്രഡ് വെഗ്നർ. അല്ലാണ്ട് തന്നെ നമുക്കറിയാം കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആരാണ് പ്രൊപ്പോസ് ചെയ്തതെന്ന്. അപ്പോൾ മൂന്നാമത്തേത് ആൽഫ്രഡ് വെഗ്നർ. ആൻഡ് ഫോർത്ത് വൺ, പീരീഡ് ഓൺ ദ എർത്ത് ഹിസ്റ്ററി വിച്ച് ഇസ് മോസ്റ്റ്ലി കവേർഡ് വിത്ത് ഗ്ലേഷ്യേഴ്സ് ആയിട്ടുള്ള പീരീഡിന് നമ്മൾ എന്താ പറയുക? ഐസ് ഏജ്. 20th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലെയേർഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. അപ്പോൾ ഡയഗ്രാമത്തിൻ്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ എർത്തിൻ്റെ ലെയേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്തിൻ്റെ ലെയേഴ്സിനെ എത്രയാണ് നമുക്ക് ഫിസിക്കൽ കോമ്പോസിഷനും കെമിക്കൽ കോമ്പോസിഷനും വഴി ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ എർത്തിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോറ്. അതിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് എർത്താണ്. തിക്നെസ് എത്രയാണ്? 5 to 70. അതിനെ 2 തിരിച്ചിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഏതായിരിക്കും? മെയിൻലി ഗ്രാനൈറ്റിക് ആണ്. അതിന് നമ്മൾ സിയാൽ എന്ന് പറയും അല്ലേ? SiAl, അതായത് സിലിക്ക അലുമിനിയം ആയിരിക്കും കൂടുതൽ. മറ്റേത് ഓഷ്യാനിക് ക്രസ്റ്റ്, അത് മെയിൻലി ബസാൾട്ടിക് ആയിരിക്കും, സിമയായിരിക്കും. അതായത് SiMa, സിലിക്കയും മെഗ്നീഷ്യവും ആയിരിക്കും കൂടുതൽ. പിന്നെ മാൻഡലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ ക്രസ്റ്റും മാൻഡലും തമ്മിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിനെ പറയുന്നത് ഏതാ? മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. പിന്നെ മാൻഡൽ ഒരു 2900 ഡെപ്തിലായിരിക്കും ഉള്ളത്. ആൻഡ് അൾട്രാമാഫിക് റോക്ക് പെരിഡോട്ടൈറ്റ് ആണ് അതിൻ്റെ മെയിനായിട്ടുള്ള കോമ്പോസിഷൻ. അപ്പർ മാൻഡലും ലോവർ മാൻഡലും ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് കൺവെൻഷൻ കറണ്ട് മാൻഡൽ ഡ്രിവൺ ബൈ ദ പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പോൾ മാൻഡലിനെ പറ്റി കൂടുതൽ എഴുതുക. ദെൻ കോറാണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറാണ്. ആൻഡ് 2900 കിലോമീറ്റർ ടു 6371 കിലോമീറ്റർ വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. 2 പാർട്ടുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. ഔട്ടർ കോർ എന്താ? ലിക്വിഡാണ്. ഇന്നർ കോർ സോളിഡാണ്. ദേ ആർ മെയിൻലി കമ്പോസ്ഡ് ഓഫ് വാട്ട്? അയൺ ആൻഡ് നിക്കലാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. പിന്നെ അതുപോലെ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ആസ്ട്രോസ്ഫിയർ, ലിതോസ്ഫിയർ, ഇന്നർ കോർ, ഔട്ടർ കോർ, ലോ വെലോസിറ്റി സോൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ലെയേഴ്സ് ഉണ്ടല്ലോ നമുക്ക്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് 21th ക്വസ്റ്റ്യൻ എന്താ? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫോളോയിങ് പെയേഴ്സ്. എ പോറോസിറ്റിയും പെർമേബിലിറ്റിയും, ബി സ്റ്റാലക്സൈറ്റും സ്റ്റാലഗ്മൈറ്റും. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്കറിയാം. അത് രണ്ടും റിലേറ്റഡ് ടേംസ് ആണ്. ഫസ്റ്റ് വന്നത് ഹൈഡ്രോളജിയിലെ ടേമാണ് പോറോസിറ്റിയും പെർമേബിലിറ്റിയും. എന്താ പോറോസിറ്റി? അതായത് പെർസെൻറ്റേജ് ഓഫ് പോർ സ്പേസസിനെ റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോറോസിറ്റി എന്ന് പറയുന്നത്. പെർമേബിലിറ്റി അപ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ റോക്ക് ടു ട്രാൻസ്മിറ്റ്. വെള്ളത്തിനെ കടത്തിവിടാൻ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതിന് എക്സാമ്പിൾസ് ഏതാണ് പോറോസിറ്റി ഉള്ളത്? ക്ലേ ആണല്ലേ? ക്ലേ എന്ന് പറഞ്ഞാൽ ഹൈലി പോറസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ സാൻഡ്സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഹൈലി പെർമിയബിൾ ആയിട്ടുള്ള റോക്കാണ്. ഇപ്പോൾ പോറോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റീനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു ട്രാൻസ്പോർട്ട്. അപ്പോൾ പെർമിയബിലിറ്റീൻ്റെയും പോറോസിറ്റീൻ്റെയും ഡിഫറൻസ് അത് എഴുതി വെക്കുക, ഫിഗറും വരച്ച് വെക്കുക. ദെൻ സ്റ്റാലക്സൈറ്റും സ്റ്റാലഗ്മൈറ്റും. അതിൽ സ്റ്റാലക്സൈറ്റ് എന്താ? ഇറ്റ് ഹാങ് ഓവർ ഫ്രം ദ കേവ് റൂഫ് ഗ്രോ അപ്വാർഡ് അല്ലേ? മുകളിലേക്ക് ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി സ്റ്റാലഗ്മൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ നിന്ന് താഴേന്ന് മുകളിലേക്ക് ഡെപ്പോസിറ്റ് വളരുന്നതാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാ കോളം ഉണ്ടാവും അല്ലേ? അപ്പം എന്താ? കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇതും കൊണ്ടാണ് ഫോം ചെയ്തത്. അപ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കുക. 22 ക്വസ്റ്റ്യൻ ആണ്, ഗീവ് ദ സ്ട്രക്ചർ ഓഫ് ഓഷ്യൻ ഫ്ലോർ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാംസ്. ഓഷ്യൻ ഫ്ലോറിൻ്റെ സ്ട്രക്ചറാണ് അല്ലേ? നമുക്കറിയാം ഏതൊക്കെയാണ്. ഓഷ്യൻ ഫ്ലോർ കൺസിസ്റ്റ് ഓഫ് സെവറൽ
ഫീച്ചേഴ്സ് ഉണ്ട്. കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, കോണ്ടിനെൻ്റൽ റൈസ്, അബിയസൽ പ്ലെയിൻ, മിഡ് ഓഷ്യാനിക് റിഡ്ജസ്, ഓഷ്യൻ ട്രെഞ്ചസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമുക്ക് ലാൻഡ് കഴിഞ്ഞിട്ട് കാണപ്പെടുന്ന പാർട്ടിൽ ഷാലോ സബ്, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 200 മീറ്റർ ആയിരിക്കും. റിച്ച് ഇൻ മറൈൻ റിസോഴ്സസ് ആണ്. ഇപ്പോൾ കോണ്ടിനെൻ്റൽ സ്ലോപ്പ് വന്നിട്ട് ഈ ഷെൽഫ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ലോപ്പിങ്ങിനെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്ലോപ്പ്, സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദി ഡീപ്പ് ഓഷ്യൻ ബേസിൻസ്. ആൻഡ് കോണ്ടിനെൻ്റൽ റൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡെപ്പോസിഷൻ നടക്കുന്നത് അവിടെയാണ്. ജെൻറ്റിൽ സ്ലോപ്പിൽ നിന്നുള്ള സെഡിമെൻറ്റ്സ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ദെൻ അബിയസൽ പ്ലെയിൻ, ഇപ്പോൾ ട്രെഞ്ചസ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ റൈസ് കാണാൻ പറ്റത്തില്ല. സെഡിമെൻറ്റ്സ് ഒക്കെ ട്രെഞ്ചിൽ ഇതായിട്ടുണ്ടാവും. ആൻഡ് അബിയസൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഡീപ്പ് ഓഷ്യൻ ഫ്ലോർ റീജിയനാണ്. ഫൈൻ സെഡിമെൻറ്റ്സ് ആയിട്ട് കവർ ചെയ്ത് വെക്കുന്നതാണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ അണ്ടർ വാട്ടർ മൗണ്ടെയിൻ ചെയിനാണ്. ദെൻ ട്രെഞ്ചസ് എന്ന് പറയുന്ന ഡീപ്പസ്റ്റ് പാർട്ട്, മരിയാന ട്രെഞ്ചസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതെവിടെയാണ്? അതായത് 2 പ്ലേറ്റ് വന്നിട്ട് സബ്ഡക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഓഷ്യനിക് ട്രെഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം ഇത് പഠിച്ചുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസറിൽ വരുന്നത്. ഇതിനും 23rd ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആൻഡ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദം. നമ്മൾ പഠിച്ചു 2 തരത്തിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് ഉണ്ട്, ഡൈവേർജൻറ്റും കൺവേർജൻറ്റും. ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള കൺവേർജൻറ്റ് എഴുതാനാണ്. ഡൈവേർജൻറ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് പുള്ളിങ് അപ്പാർട്ടിനെയാണ് ഡൈവേർജൻ എന്ന് പറയുന്നത്. കൺവേർജൻ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ്സ് കൊളൈഡ് ചെയ്യുന്നതിനെയാണ്. അത് തന്നെ 3 തരമുണ്ട്. ഓഷ്യാനിക് കോണ്ടിനെൻ്റ് ഉണ്ട്, ഓഷ്യാനിക് ഉണ്ട്, കോണ്ടിനെൻ്റൽ ഉണ്ട് അല്ലേ. അതിൽ ഓഷ്യാനിക് കോണ്ടിനെൻ്റിൽ എന്താ സംഭവിക്കുന്നത്? അതിൽ ഓഷ്യാനിക് ആണ് ഡെൻസർ, കോണ്ടിനെൻ്റ് ലെസ് ഡെൻസറാണ്. അപ്പോൾ ഡെൻസർ ആയിട്ടുള്ള ഓഷ്യാനിക് കോണ്ടിനെൻറ്റിൻ്റെ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നു, സബ്ഡക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്കവിടെ ട്രെഞ്ചസും വോൾക്കാനിക് ആർക്സും ഒക്കെ കിട്ടും. അതിനുള്ള എക്സാമ്പിളാണ് ആൻസ് മൗണ്ടെയിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഓഷ്യനിൽ രണ്ടും ഡെൻസറാണ്. ഇതിൽ കൂട്ടത്തിൽ ഏതാണോ ഡെൻസർ ആയിട്ടുള്ളത് അതായിരിക്കും സബ്ഡക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഐലൻഡ് ആർക്കായിരിക്കും ഫോം ചെയ്യുന്നത്. ഡീപ്പ് സീ ട്രെഞ്ചസ് ഉണ്ട്. എക്സാമ്പിളാണ് ജപ്പാൻ ഐലൻഡ് ആർക്ക്. ഇതിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ച് വെക്കണം 3 എണ്ണത്തിൻ്റെയും. പിന്നെ എക്സാമ്പിൾസ് പഠിക്കണം. പിന്നെ കോണ്ടിനെൻ്റ് ആണെങ്കിൽ എന്താ, 2 കോണ്ടിനെൻറ്റ്സ് കൊളൈഡ് ചെയ്യുന്നതാണ്. ഇതിൽ 2 ലെസ് ഡെൻസർ ആയതുകൊണ്ട് തന്നെ 2 സബ്ഡക്റ്റ് ആവില്ല. സോ അവിടെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ആവുന്നു. 2 ഫോൾ മീൻസ് അവർ അപ്പറിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഹിമാലയാസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇന്ത്യനും യൂറേഷ്യൻ പ്ലേറ്റും കൊളൈഡ് ചെയ്തിട്ടാണ് ഹിമാലയാസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഫോൾഡ് മൗണ്ടെയിൻസ്, വോൾക്കാനോ, എർത്ത് ക്വേക്സ് ഒക്കെയാണ്. സോ ഇതാണ് 3rd സെക്ഷൻ. ഇനി 4th സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. 5th സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻസാണ് നമുക്ക് എഴുതാനുള്ളത് 3 എണ്ണത്തിൽ. അതിൽ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ എസ്സേ ആണ്. ഫസ്റ്റ് നിങ്ങളെല്ലാവരും ഇത് എഴുതുക. അപ്പോൾ പിന്നെ നമുക്ക് ടൈമിൻ്റെ ഒരു ഇതുണ്ടാവില്ല. കാരണം നമുക്ക് 6 മാർക്കിന് അത്യാവശ്യം നല്ലപോലെ എഴുതാണ്ട്. അപ്പോൾ ലാസ്റ്റിലേക്ക് വെച്ചാൽ ചിലപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിൽ 6 മാർക്ക് ഒറ്റയടിക്ക് പോകും. അതുകൊണ്ട് തന്നെ അത് ലാസ്റ്റിലേക്ക് വെക്കരുത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അല്ലെങ്കിൽ 2 എസ്സേസ് എഴുതി തീർക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എർത്ത് പ്രോസസ് വിത്ത് എക്സാമ്പിൾ. പ്രിപ്പയർ എ ഡീറ്റെയിൽ നോട്ട് ഓൺ കെമിക്കൽ വെതറിംഗ് ടൈപ്സ്. എർത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ പ്രോസസ്സാണല്ലേ. നമ്മുടെ എർത്തിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇറോഷനും അതുപോലെ തന്നെ വെതറിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല പ്രോസസ്സുണ്ട്. 2 മെയിൻ ബ്രോഡ്ലി ക്ലാസ്സസാണ്, എൻഡോജനിക്കും എക്സോജനിക്കും. അതിൽ എൻഡോജനിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലാണ് അല്ലേ. ദാറ്റ് ഈസ് ഇൻസൈഡ് ദ എർത്ത്. അപ്പോൾ ഇൻസൈഡ് എർത്തിൽ നടക്കുന്നതാണ് എൻഡോജനിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അതിനെ ഡ്രിവൻ ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ ഹീറ്റും അതുപോലെ തന്നെ ടെക്ടോണിക് ഫോഴ്സസും. അപ്പം എൻഡോജനിക് പ്രോസസ്സിൽ വരുന്നതാണ് ഡയാട്രോഫിസം, ഓറോജനി, എപ്പി ഓറോജനി, വോൾക്കാനിസം, എർത്ത് ക്വേക്ക് എന്നൊക്കെ പറയുന്നത്. ഡയാട്രോഫിസം എന്താ? അതൊരു ലാർജ് സ്കെയിൽ ഡിഫോർമേഷനാണ് എർത്ത് ക്രസ്റ്റിൻ്റെ ബൈ ടെക്ടോണിക് ഫോഴ്സസ്. അതുവഴി ഉണ്ടാകുന്ന ഓറോജനി എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സിനാണ് ഓറോജനി എന്ന് പറയുന്നത്. എപ്പി ഓറോജനി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രോഡ് അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് കോണ്ടിനെൻസിന് പറയുന്നതാണ്. ദെൻ വോൾക്കാനിസം. It is the movement of molten magma from earth interior to the surface, forming volcano and igneous rocks. And earthquake എന്ന് പറഞ്ഞാൽ എന്താ? സഡൻ റിലീസ് ഓഫ് എനർജി ഡ്യൂ ടു മൂവ്മെൻറ്റ് അലോങ് ഫോൾട്ട് പ്രൊഡ്യൂസിങ് സീസ്മിക് വേവ്സിനാണ് എർത്ത് ക്വേക്ക് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എൻഡോജനിക് എർത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്.
ഈ എർത്തിൻ്റെ പുറത്ത് നടക്കുന്നതാണ് എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബൈ ഗ്രാവിറ്റി, വാട്ടർ, വിൻഡ്, ഐസ് അങ്ങനെ പല ഏജൻറ്റുകൾ കൊണ്ട് നടക്കുന്നതാണ്. എർത്തിൻ്റെ ഷേപ്പിംഗ് സംഭവിക്കുന്നതാണ് എക്സോജനിക്. അതിൻ്റെ മെയിൻ ടൈപ്പ് ഏതൊക്കെയാണ്? വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ. വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് റോക്ക് അല്ലേ? റോക്ക് ബ്രേക്ക് ആവുന്ന ആ ഒരു ഇതിനാണ് വെതറിങ് എന്ന് പറയുന്നത്. ഇറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പം നമ്മൾ വെതറിങ് പറഞ്ഞിട്ട് നമ്മൾ അറിയാം വെതേർഡ് ചെയ്തിട്ട് അവിടെ പ്രൊഡക്ട്സ് ഉണ്ടാവും. അത് വെതറിങ് എന്ന് പറയുന്നത് മോഷൻ ഉണ്ടാവില്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. വെതേർഡായിട്ട് ആ ഒരു സൈറ്റിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ആ വെതേർഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ആ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ബൈ ഏതൊക്കെ വാട്ടർ, വിൻഡ് അങ്ങനെ പല മോഡ് ഓഫ് മീഡിയത്തിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറോഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൂവ്മെൻറ്റ് ബൈ സെഡിമെൻറ്റ്സ്, അതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കുന്നു? അവിടെ ഡെപ്പോസിഷൻ നടക്കുന്നു. അപ്പോൾ അക്കുമുലേഷൻ ഓഫ് സെഡിമെൻറ്റ്സ് ഫോമിങ് ലാൻഡ് ഫോംസ് ആണ് എന്ത്? ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. റിവർ വാലി, സാൻഡ് ഡ്യൂൺസ്, ഡെൽറ്റാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വെതറിങ് പ്രോസസ്സ് ഉണ്ട്. ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് മെയിനായി ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഡീറ്റെയിൽഡ് നോട്ടാണ് കെമിക്കൽ വെതറിങ് ആണ്. കെമിക്കൽ വെതറിങ്ങിൽ വരുന്ന ഏതൊക്കെയാണ്? കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ദി ഡീകമ്പോസിഷൻ ഓഫ് റോക്ക് ത്രൂ കെമിക്കൽ റിയാക്ഷൻ അല്ലെ? കെമിക്കൽ റിയാക്ഷൻ വിത്ത് വാട്ടറിൽ വഴി ഉണ്ടാകുന്നതാണ് എന്ത്? കെമിക്കൽ വെതറിങ് എന്ന് പറഞ്ഞാൽ. അതിൽ ഏതൊക്കെ പ്രോസസ്സ് ഉണ്ട്? അത് സൊല്യൂഷൻ ഉണ്ട്, ഹൈഡ്രോളിസിസ് ഉണ്ട്, ഓക്സിഡേഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ സോലുബിൾ മിനറൽസ് ഡിസോൾവ് ഇൻ വാട്ടർ. അതിനുള്ള എക്സാമ്പിളാണ് ഡിസൊല്യൂഷൻ ഓഫ് ഹാലൈറ്റ് ആൻഡ് ജിപ്സം. ആൻഡ് ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ ഓഫ് മിനറൽസ് വിത്ത് വാട്ടർ. എന്നിട്ട് ദ പ്രൊഡ്യൂസേഴ്സ് എ ന്യൂ മിനറൽസ്. അതിനാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അതായത് ഫെൽസ്പാസ്, ക്ലേ മിനറൽസായി മാറുന്ന പ്രോസസ്സാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻ ഓഫ് മിനറൽസ് വിത്ത് ഓക്സിജൻ ആണ്. ഓക്സിജനായിട്ട് മിനറൽസ് റിയാക്ട് ചെയ്യുന്ന ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അയൺ മിനറൽസ്, ദാറ്റ് ഈസ് ടു ഹെമറ്റൈറ്റ് ഓർ ലിമണൈറ്റ്. ദെൻ കാർബണൈസേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫോം കാർബോണിക് ആസിഡ്, റിയാക്ട് വിത്ത് റോക്കിനെയാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഹൈഡ്രേഷൻ ഉണ്ട്, അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ ടു മിനറൽ കോസ് എക്സ്പാൻഷൻ, അൺഹൈഡ്രേറ്റ് ടു ജിപ്സം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ 24th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ട. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയാണ് ഞാനിപ്പോൾ ഷോർട്ടായിട്ട് പറഞ്ഞത്. ഇനി 25th ഉണ്ട്, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് റിവേഴ്സ്. റിവറിൻ്റെ ഫീച്ചേഴ്സിനെയാണ്. ഫസ്റ്റ് ഏതാ? സ്ട്രീം, വാലിയും വാട്ടർഫോൾസും. സെക്കൻഡ് വൺ ഡെഫിനേഷൻ ആൻഡ് ഡയഗ്രാം ഓഫ് മിയാൻഡർ ആൻഡ് ഡെൽറ്റ. ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനും നമ്മൾ ഡയഗ്രാംസ് വരയ്ക്കണം. ഇനി ഫസ്റ്റ് വൺ സ്ട്രീം വാലി എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രീം വാലീസ് ആർ എലോങ്ങേറ്റഡ് ഡിപ്രഷൻസ് അല്ലേ? കേർഡ് ബൈ റണ്ണിങ് വാട്ടർ. റണ്ണിങ് വാട്ടറാണ് അതിൻ്റെ ഏജൻസ് എന്ന് പറയുന്നത്. അതുവഴി ഉണ്ടാകുന്ന ഫോർമേഷനാണ് റിവർ വാലി. ഈ റിവറിൻ്റെ വാലി എന്തായിരിക്കും? വി ഷേപ്ഡ് ആണ്. യു ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ? ഗ്ലേഷ്യറിൻ്റെ. വി ഷേപ്ഡ് വാലി ഒരു സ്ട്രീം വാലിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീച്ചറാണ്. വി ഷേപ്ഡ് വാലി നമുക്ക് മെയിനായിട്ട് എവിടെയാണ്? യൂത്ത് സ്റ്റേജിലാണ് കാണാൻ പറ്റുന്നത്. അവിടെ വെർട്ടിക്കൽ ഇറോഷൻ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ജോർജസ് ആൻഡ് കനയോൺസ് അതെവിടെയാണ്? ഡീപ്പ് നാരോ വാലി വിത്ത് സ്റ്റീപ്പ് സൈഡ്സിനെയാണ് നമ്മൾ കനയോൺസ് എന്നൊക്കെ പറയുന്നത്. അവിടെ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും, നാരോ വാലി ഫ്ലോർ ആയിരിക്കും, ആക്റ്റീവ് ഡൗൺ കട്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ വാട്ടർഫോൾസ് എങ്ങനെ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ദ സഡൻ വെർട്ടിക്കൽ ഡ്രോപ്പ് ഇൻ റിവർ ചാനൽ, വാട്ടർ ഫ്ലോസ് ഓവർ സ്റ്റീപ്പ്. അതായത് താഴെയുള്ളത് സോഫ്റ്റ് റോക്കും മുകളിലുള്ളത് ഹാർഡ് റോക്കും ആയിരിക്കും. അപ്പോൾ ഹാർഡ് റോക്ക് ഇറോഷന് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിങ്ങനെ മുകളിൽ കിടക്കും, താഴത്തെ റോക്ക് ഇറോഡായി പോകും. അങ്ങനെ അപ്പോൾ ഒരു സ്ലോപ്പിംഗ് ഉണ്ടല്ലോ, ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളം എന്താവുന്നു? ഒരു മുകളിൽ നിന്ന് അത് ഒഴുകേണ്ട വരുന്നു. ദെൻ ഇറ്റ് ഫോംസ് ദ വാട്ടർഫോൾസ്. ഡിഫറൻഷ്യൽ ഇറോഷൻ ഓഫ് ഹാർഡ് ആൻഡ് റോക്ക്, സോഫ്റ്റ് റോക്ക് എഴുതണം. ദെൻ ഫോൾട്ടിങ് ഓർ ടെക്ടോണിക് ആക്ടിവിറ്റി ആയിരിക്കാം. നയഗ്ര ഫാൾസ്, അങ്ങനെ കുറച്ച് ഫാൾസ് എഴുതുക. ദെൻ മിയാൻഡറിങ് ആൻഡ് ഡെൽറ്റ. മിയാൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സൈനസ് ബെൻഡ് ഓർ ലൂപ്പ് ഫോംഡ് ഇൻ റിവർ ചാനൽ ഡ്യൂ ടു ലാറ്ററൽ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ. ലാറ്റർ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു സ്നേക്ക് ലൈക്ക് ഫോമാണ് അല്ലേ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. മിയാൻഡേഴ്സിൻ്റെ ഔട്ടർ ബാങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇറോഷനും ഇന്നർ ബാങ്കിൽ ഡെപ്പോസിഷനുമാണ്. അപ്പം മിയാൻഡറിലെ ഡെപ്പോസിഷനാണ് നമ്മൾ എന്ന് പറയുന്നത് പോയിൻ്റ് ബാർസ് എന്ന് പറയുന്നത്.
പിന്നെ മിയാൻഡേഴ്സ് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താകുന്നു, അത് പിന്നെയും ഗ്രോ ആയി കഴിഞ്ഞാൽ ഒരു മെച്ചുവർ സ്റ്റേറ്റിലൊക്കെ നമുക്ക് എന്തോ ഓക്സ്ബോ ലേക്സ് ഒക്കെ അല്ലേ, അതിൻ്റെ ലൂപ്പ് കട്ട് ചെയ്താൽ ഓക്സ്ബോ ലേക്സിൻ്റെ കാര്യം എഴുതണം. ദെൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു സ്റ്റാൻഡിങ് ബോഡി, അതായത് ഒരു ട്രയാങ്കുലർ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോമാണ്, ഡെപ്പോസിഷണലാണ് ഫോംഡ് അറ്റ് ദ മൗത്ത് ഓഫ് റിവർ. അതായത് ഒരു റിവർ സീയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വെലോസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടുത്തെ സെഡിമെൻറ്റ്സ് എല്ലാം കൂടെ ഡെപ്പോസിറ്റ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഡിക്രീസ്ഡ് വെലോസിറ്റി വളരെ കുറവായിരിക്കണം, അതുകൊണ്ടാണ് ലാർജ് സെഡിമെൻറ്റ് സപ്ലൈ അവിടെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഷാലോ മറൈൻ കണ്ടീഷൻസ് ആയിരിക്കും. പലതരത്തിലുള്ള ഡെൽറ്റയുണ്ട്, ബേർഡ് ഫൂട്ട് ഉണ്ട്, അർക്കുലേറ്റ് ഉണ്ട്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഇനി 26th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ്, എക്സ്പ്ലെയിൻ. നമുക്കറിയാം, നമ്മൾ ആ മിനറൽ എന്ന ചാപ്റ്ററിൽ മെയിനായി പഠിക്കുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മിനറൽസിൻ്റെ ചാപ്റ്റർ 3 പാർട്സായിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ പോയി കാണണം. ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നടത്തിയിട്ടുണ്ട്. സോ ആ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ എഴുതണം. അത് 10 പ്രോപ്പർട്ടി നമ്മളതിൽ പഠിക്കുന്നുണ്ട്. കളറുണ്ട്, സ്ട്രീക്ക് ഉണ്ട്, ലസ്റ്റർ ഉണ്ട്, മെറ്റാലിക് നോൺ മെറ്റാലിക് മീൻസ് ഹാർഡ്നെസ് ഉണ്ട്, ക്ലീവേജ് എന്താണെന്ന് പറയണം, ഫ്രാക്ചർ, സ്പെസിഫിക് ഗ്രാവിറ്റി, ക്രിസ്റ്റൽ ഫോം എന്താണ്, അതിൻ്റെ ഹാർഡ്നെസ്, ട്രാൻസ്പെറൻസി, ഡയഫൻസിറ്റി, അങ്ങനത്തെ കുറേ അല്ലാണ്ട് തന്നെയുള്ള പ്രോപ്പർട്ടീസ്, ഇപ്പോൾ ഫിസിക്കൽ അല്ലാതെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ഞാൻ എക്സ്പ്ലെയിൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. അത് കാണാത്തവർ പോയി എന്തായാലും ആ വീഡിയോ കാണണം. സോ ഇതാണ് 2025 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി 24ലെ ക്വസ്റ്റ്യൻ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നു ഓർക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് എല്ലാ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വേറെ സ്റ്റുഡൻസിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ജിയോളജി വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.